എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ കൂമ അവനാണെങ്കിൽ ലേസർ പവർ വെച്ച് ലൂഫി അറ്റാക്ക് ചെയ്യാണ്. ലൂഫി ആണെങ്കിൽ അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും വെട്ടിത്തിരിഞ്ഞ് രക്ഷപ്പെട്ടു വന്ന് അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ കൂമയാണെങ്കിൽ തോറ്റു കൊടുക്കാൻ തയ്യാറാവില്ല. അവൻ കറക്റ്റ് ആയിട്ട് ലൂഫിയുടെ മൂവ്മെന്റ് മനസ്സിലാക്കി അറ്റാക്ക് ചെയ്യും. ലൂഫി ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടും. പക്ഷെ എന്താ, അവന് തൊട്ടു പുറകിലുണ്ടായിരുന്ന ഫ്രാങ്കി ആൻഡ് ടീം നേരെ ഇപ്പൊ ആ ഒരു പവർ വരികയാണ്. അത് കാണേണ്ട താമസം ഫ്രാങ്കി നിലവിളിക്കും, ഓടിക്കോ. അവന്റെ നിലവിളി കേട്ട് അവർ 3 പേരും ഇപ്പൊ 3 ഭാഗത്തേക്ക് ഓടും. കട്ട് ചെയ്ത സോറയും സാഞ്ചിയും ലൂഫിയും അവര് 3 പേരും ആ ഒരു അറ്റാക്കിൽ നിന്ന് എല്ലാം രക്ഷപ്പെട്ട് അങ്ങനെ കറങ്ങി വന്ന് ഗ്രൂപ്പായിട്ട് അവൻ അറിഞ്ഞു പുറഞ്ഞ് തല്ലുകയാണ്. കൂമയ്ക്കാണെങ്കിൽ എത്രയൊക്കെ ഇടി കിട്ടിയിട്ടും അവൻ തോൽക്കാനായിട്ട് തയ്യാറാവില്ല. നമ്മുടെ ആൾക്കാരും ഒരാൾ കഴിയും വിധം അവനെ ഇടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റോബിനാണെങ്കിൽ ആ ഫൈറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കൂമയായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ ചെറുത്ത് നിൽക്കാൻ നമ്മുടെ ആൾക്കാരെ കൊണ്ട് കഴിയില്ല എന്ന്. ലൂഫിക്കും സോറോയ്ക്കും സാഞ്ചിക്കും ഇപ്പൊ ഭയങ്കര കൺഫ്യൂഷൻ. മുൻപ് കൂമയായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ അവന്റെ പവർ അതെങ്ങനെ ആയിരുന്നില്ല, അത് വളരെ ഡിഫറെന്റ് ആയിരുന്നു. ഇപ്പൊ എങ്ങനെ ഇവൻ ചേഞ്ച് ആയെന്ന് ആലോചിച്ച് അവരെങ്ങനെ തലവേനിച്ച് നിൽക്കും. ഓൾഡ് കൂമയുടെ അറ്റാക്ക് അത് ബെയിം പവറും ടെലിപ്പോർട്ടേഷനുമാണ്. പക്ഷെ ഇവൻ വളരെ ഡിഫറെന്റ് ആയിട്ട് ലേസർ ലൈറ്റ് പവറൊക്കെ ഉപയോഗിച്ചാണ് ഇപ്പൊ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോ യഥാർത്ഥ കൂമ അതിതല്ല. ഇവൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും യഥാർത്ഥ കൂമ അവൻ ഇവിടേക്ക് എത്താതിരിക്കില്ല. അങ്ങനെ അവർ ചിന്തിക്കുന്ന സമയം കൊണ്ട് തന്നെ ആ ഒരു കുമ അതിപ്പോ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ഡേ നമ്പർ 24 കാണിക്കും. അവിടെയാണെങ്കിൽ യുവറാജ് അവനാണെങ്കിൽ വലിയ ജയന്റ് സൈസിലേക്ക് മാറി ആ റിയൽ കൂമയായിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ തയ്യാറായി കഴിഞ്ഞു. അവനാണെങ്കിൽ കൈ ചുരുട്ടി ഫുൾ ഫോഴ്സില് ആ കൂമയെ അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. ചുറ്റുണ്ടായിരുന്ന പൈററ്റ്സ് എല്ലാം ആ കാഴ്ച കണ്ട് ഷോക്കാവും. കൂമ തെറിച്ചുപോയി ദൂരേക്ക് അടിച്ചു വീണ് അവിടെ മുഴുവൻ ഒരുപാട് പുകയൊക്കെ ഉയർന്നു വരികയാണ്. ആ മജീഷ്യൻ പൈററ്റ് അവന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് വലിയൊരു ദുരന്തത്തിന്റെ തുടക്കം മാത്രമാണെന്ന്. ഉടനെ ആ വലിയ പുകയ്ക്കിടയിൽ നിന്ന് ഒരു ലേസർ ലൈറ്റ് അതങ്ങനെ വന്ന് അവന്റെ നെഞ്ച് തകർക്കുകയാണ്. ആ ലേസർ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് മറ്റാരുമല്ല, സാക്ഷാൽ കൂമയാണ്. ചുറ്റുമുള്ള പൈററ്റ്സ് ആണെങ്കിൽ അതൊക്കെ കണ്ട് ഷോക്കാവും. ആക്ച്വലി ഈ ഒരു ലേസർ പവർ അതാ കിസറുവിൻ്റെതാണ്. കിസറു ഇപ്പോ ആ ഒരു എബിലിറ്റി അത് കൂമയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സോ ഇവർ ഇത്രയധികം ഡെവലപ്ഡ് ആയെന്ന് കണ്ട് ചുറ്റുമുള്ള പൈററ്റ്സ് എല്ലാം ഡബിൾ ഷോക്കായിട്ട് നിൽക്കും. അടുത്തതായിട്ട് ഇപ്പൊ ഡ്രേക്ക് അവൻ അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങുകയാണ്. കൂമയാണെങ്കിൽ ഡ്രേക്കിനെ കാണേണ്ട താമസം അവന്റെ അടുത്തേക്ക് ഓടി വരും. ഇവിടെ കിസറു പറയും, പൈററ്റ്സ് നിങ്ങൾക്കെതിരായി ഞാനും ഉണ്ട്. സോ കൂമയ്ക്ക് ശേഷം എന്നോടും നിങ്ങൾ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനിപ്പോ അവരെ നോക്കി ചിരിക്കും. അങ്ങനെ 2 ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഒരിഞ്ഞ ഫൈറ്റ്. അപ്പോഴായിരിക്കും ഒറോജ് അവൻ മാത്രം ആ ഒരു ഫൈറ്റ് നോക്കി ആസ്വദിക്കുകയാണ്. ഉടനെ കിസറു ഒരു ലൈറ്റ്നിങ് പവർ വെച്ച് അവന്റെ വയറ്റിൽ ആഞ്ഞടിക്കുകയാണ്. അങ്ങനെ 3 പേരില് ഒരാളുടെ കാര്യത്തിൽ തീരുമാനമായി. ഇനി ഡ്രേക്കും ഹോക്കിങ്സും അവർ 2 പേരുമാണ് ഇനി ബാക്കിയുള്ളവര്. കിസറു ആണെങ്കിൽ ആ മജീഷ്യൻ പൈററ്റിനെ അവൻ അറഞ്ചം പുറഞ്ചം ലേസർ പവർ വെച്ച് അറ്റാക്ക് ചെയ്യും. അവൻ അവന്റെ പവർ ഉപയോഗിച്ച് അവന്റെ അറ്റാക്ക് മുഴുവൻ മറ്റു പല പൈററ്റുകൾക്ക് നേരെ തിരിച്ചു വിടുകയാണ്. സോ ഒരുപാട് ബൊമ്മകള് ഇപ്പൊ പുറത്തേക്ക് വീഴാൻ തുടങ്ങും. കിസറു ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന മജീഷ്യൻ പൈററ്റ് അവൻ അവന്റെ ലിമിറ്റും കഴിഞ്ഞ് ഇപ്പോ ഓൾമോസ്റ്റ് കിസറുവിന്റെ മുൻപിൽ തോൽക്കും എന്നുള്ള അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. കിസറു അവന്റെ കാല് മടക്കി ആഞ്ഞടിക്കാൻ നോക്കും. അപ്പോഴായിരിക്കും വേറൊരുത്തൻ അവന്റെ തന്നെ ബോഡി ഒരുപാട് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആക്കി വായിക്കാനായിട്ട് തുടങ്ങും. കിസറു ആണെങ്കിൽ ആ മ്യൂസിക് ഒക്കെ കേട്ട് വണ്ടറടിക്കും. ഇതാരാണ് ഫൈറ്റിനിടയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വായിക്കുന്നത്? പക്ഷെ അവനാണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും വീണ്ടും മ്യൂസിക് കാര്യമായിട്ട് വായിക്കുകയാണ്. ജസ്റ്റിൻ ബീബറും റഹ്മാനും എല്ലാവരും മാറി നിൽക്കും ഇതായിരിക്കും അവന്റെ മ്യൂസിക്. ആ മ്യൂസിക് ആണെങ്കിൽ ഇപ്പൊ അവിടെ മുഴുവൻ സ്പ്രെഡ് ആവുകയാണ്. മ്യൂസിഷ്യൻ ആണെങ്കിൽ അവന്റെ മ്യൂസിക് അത് കൂടുതൽ ഫോഴ്സിൽ വായിക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് അവന്റെ തലയിൽ തന്നെ ആഞ്ഞെട്ടിക്കും. അപ്പോഴായിരിക്കും അവിടെ ഒരു വമ്പ ട്വിസ്റ്റ് നടക്കുക. അവൻ ഇടിച്ച ഇടിയില് ഇപ്പൊ കിസറുവിന്റെ കൈ അതങ്ങനെ സെപ്പറേറ്റ് ആയി ആ വേവ്സില് പറന്ന് നടക്കുകയാണ്. അവന്റെ മ്യൂസിക് അത് കൂടി വരുന്തോറും ഇവിടെ കിസറുവിന്റെ ബോഡി അതങ്ങനെ പൊട്ടി തകർന്ന് ആ ഭാഗത്തേക്ക് തെറിച്ചു പോവും. അത് കണ്ടോണ്ടുന്നവരെല്ലാവരും ഷോക്കാവുകയാണ്. മ്യൂസീഷ്യൻ പൈററ്റിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ അല്ലേ, ഇതൊക്കെ എന്നെ കൊണ്ടേ പറ്റൂന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. കാരണം ഒരു നേവി അഡ്മിറലിനെയാണ്
അവനിപ്പോ ഇല്ലാതാക്കിയത്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഇപ്പൊ കിസറുവിനെ കാണിക്കും. കിസറു ആണെങ്കിൽ കണ്ണു തുറക്കും. വാവ്, അവന്റെ മ്യൂസിക് പവർ അത് ശരിക്കും അടിപൊളിയാണെന്ന് പറയും. അതിനുശേഷം ദൂരത്തായിട്ട് തെറിച്ചു കിടക്കുന്ന അവന്റെ കാലിലേക്ക് നോക്കും. അവൻ നോക്കേണ്ട താമസം അവന്റെ കാല് അത് സ്ട്രെയിറ്റ് ആയിട്ട് അവന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം കിസറുവിന്റെ ബോഡി അത് മുഴുവൻ ആ ലൈറ്റ്നിങ് പവർ കൊണ്ട് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവന് നഷ്ടപ്പെട്ടു പോയ ഓരോ ബോഡി പാർട്ടും പതിയെ പതിയെ ഒന്നു ചേർന്ന് അവന്റെ ബോഡി പഴയതുപോലെ ആവാൻ തുടങ്ങും. അവനാണെങ്കിൽ ഇപ്പൊ മുഴുവനായിട്ടും നോർമലായി മാറും. അതിനുശേഷം ഓടിക്കൊണ്ടിരിക്കുന്ന ആ മ്യൂസിഷ്യൻ പൈററ്റ് അവനെ നോക്കും. അതിനുശേഷം അവന്റെ കയ്യില് ആ ലേസർ പവർ അത് കൊണ്ടുവന്ന് ഇപ്പൊ അവനെ എയിം ചെയ്യാണ്. മ്യൂസിഷ്യൻ പൈററ്റ് ആണെങ്കിൽ ഇപ്പൊ ചുറ്റും നോക്കും. അവന്റെ ചുറ്റും ഒരുപാട് ലൈറ്റൊക്കെ അങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. ഇതെന്താ സംഭവിക്കണേന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കും. അപ്പോഴേക്കും ഞൊടിയിടയില് കിസറു അവൻ 2 റൊട്ടേഷനൊക്കെ ഇട്ട് ഇപ്പൊ അവന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ കിസറു ആഞ്ഞൊരടി. ആ ഒരു അടിയില് നമ്മുടെ മ്യൂസിഷ്യൻ പൈററ്റ് അവൻ അങ്ങനെ കറങ്ങി അടിച്ച് താഴേക്ക് വീഴും. കിസറുവിന്റെ ഇടിയില് ഇപ്പൊ ആ മ്യൂസിഷ്യൻ പൈററ്റ് അവനും അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങും എല്ലാം തകർന്നു വീഴും. കിസറു സെക്കൻഡുകൾ കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് ഇപ്പോ ആ ഡ്രേക്കിന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് കൈ മടക്കി അവൻ ഡ്രേക്കിനെ തന്നെ അടിക്കുകയാണ്. മജീഷ്യൻ മാൻഡ്രേക്കിനാണെങ്കിൽ എന്താ പറയണ്ടേ എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. ഉടനെ അവനിപ്പോ നമ്മുടെ മജീഷ്യൻ പൈററ്റ് ആൾക്ക് നേരെ തിരിഞ്ഞ് ഒരമ്പ് ആളുടെ ബോഡിയിലേക്ക് കടത്തി വിടാണ്. ചോര തുളുമ്പി മജീഷ്യൻ പൈററ്റ് ആളിപ്പോ താഴേക്ക് വീഴും. അപ്പൊ കറക്റ്റ് സമയത്ത് അവൻ വീണ്ടും വിട്ടുകൊടുക്കാതെ ഇപ്പൊ മജീഷ്യൻ പൈററ്റിന്റെ അടുത്തേക്ക് വരും. അപ്പോഴായിരിക്കും അവന്റെ സ്നെയിലിലേക്ക് ഒരു കോള് വരിക. ആ കോള് ചെയ്തത് അത് മറ്റാരുമല്ല, അവൻ ഇത്രയും നേരം അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ സെന്റമറു ആണ്. അവൻ ദേഷ്യപ്പെട്ട് പറയും, യു ആർ അൺബിലീവബിൾ അങ്കിൾ, ഇത്രയും നേരമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങൾ ഇതുവരെ ഈ ഐലാൻഡിലേക്ക് എത്തിയില്ലേ? കിസറുവിനാണെങ്കിൽ എന്താ പറയണ്ടെന്നറിയില്ല. കിസറു പറയും, അയ്യോ അല്ല, ഞാൻ നിന്നെ തേടി വളരെ നേരത്തെ തന്നെ ഇവിടേക്ക് എത്തിയതാണ്. അതിനവൻ പറയും, നിങ്ങളോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ ആ ബ്ലാക്ക് സ്നെയില് അതെടുത്തിട്ട് വരാൻ പാടില്ല എന്ന്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം. പ്രധാനപ്പെട്ട പൈററ്റ് കിങ്സ് അവരെല്ലാം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. അങ്കിൾ ഇവിടേക്ക് വന്ന് നമുക്ക് 2 പേർക്കും ചേർന്ന് അവരെല്ലാം പിടിക്കണം. കട്ട് ചെയ്താ ഇവിടെ ആ സെക്കൻഡ് കൂമ അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാർ അറിഞ്ഞ അറ്റാക്ക് ചെയ്യും. ലൂഫി ആണെങ്കിൽ ഒരുപാട് നേരം അവന്റെ അറ്റാക്ക് അത് റെസിസ്റ്റ് ചെയ്യും. അതിനുശേഷം ഒട്ടും വയ്യാതാവുമ്പോ അവനെ കൊണ്ടും പിടിച്ചു നിൽക്കാനാവാതെ ഉഷാറായിട്ട് ഓടുകയാണ്. പക്ഷെ സോറയും സാഞ്ചിയും അവര് തോറ്റു കൊടുക്കാൻ തയ്യാറാവില്ല. അവര് വീണ്ടും അവനുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കും. അല്പസമയം കൂടെ കഴിയുമ്പോഴേക്കും സോറോ അവൻ മുഴുവനായിട്ടും ടയർഡായി കഴിഞ്ഞു. അവൻ ത്രില്ലർ പാർക്കിൽ ഉണ്ടാക്കിയ ആ ഒരു ഫൈറ്റ് അതിന്റെ ക്ഷീണം ആക്ച്വലി അവനെ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അവൻ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും റെസ്റ്റും ഒന്നും എടുത്തിട്ടില്ല. ആ ഗ്യാപ്പിൽ കൂമ അവനാണെങ്കിൽ ഫുൾ പവർ എടുത്ത് ഇപ്പൊ സോറോ ഇട്ടിക്കാനായിട്ട് പാഞ്ഞടുക്കും. ലൂഫി അത് കണ്ട് നിലവിളിക്കും. ജസ്റ്റ് മിസ്സിന് സോറോ അവൻ രക്ഷപ്പെട്ട് ദൂരേക്ക് തെറിച്ചു വീഴും. ആ ഒരു വീഴ്ചയിലാണെങ്കിൽ ഇപ്പൊ സോറോയുടെ ബോഡിയിൽ ഒരുപാട് പരുക്കുകളൊക്കെ പറ്റും. ഇനി സോറോയ്ക്ക് അവനെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. സാഞ്ചിക്കാണെങ്കിൽ അവന്റെ ദേഷ്യം കൂടി വരും. ഇവിടെ സോറോ അവൻ ഒരുപാട് വേദനയില് അങ്ങനെ നിലവിളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.